സോ ഹലോ ഗൈസ് വാട്സപ്പ്, ഞാൻ നിങ്ങൾ സ്വന്തം മച്ചൂസ് ഗെയിമിന് കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൻക്രാഫ്റ്റാണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് മിനി വേൾഡിലാണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാർ ചാനൽ സഭയത്തിൻ്റെ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ക്യാരറ്റ് ഫാർം ആൻഡ് പൊട്ടാറ്റോ ഫാർം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടു തരുന്നു. പിന്നെ ഞാൻ ഈ വട്ടം എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ മച്ചൂസ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. ഓക്കെ, വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടോളാം വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക്. ഓക്കെ, അപ്പോൾ എല്ലാവരും കയറി ജോയിൻ ചെയ്യുക. അതിൽ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാൻ നമ്മുടെ കയ്യിൽ വലിയ ആൾക്കാരുണ്ട്, വലിയ പുള്ളികളുണ്ട്. ഡൗട്ടുകളെല്ലാം ക്ലിയറാക്കി പറഞ്ഞു തരാൻ പറ്റിയ വലിയ പുള്ളികളൊക്കെ നമ്മുടെ ആ ഗ്രൂപ്പുകളിലുണ്ട്. അപ്പോൾ നിങ്ങൾ കയറിക്കോ. കണ്ടോ, നല്ല സ്റ്റാക്ക് കണക്കിനാട്ടോ കേസ് കിട്ടുന്നത്. നല്ല ഞാൻ ഇന്നലെ മൊത്തം ഇതിനകത്ത് നിന്ന് ഇന്നലെ വീഡിയോസ് ഇട്ടില്ലല്ലോ കേസ്. അപ്പോൾ ഇന്നലെ മൊത്തം ഞാൻ ഇതിനകത്തായിരുന്നു. ഓക്കെ, അപ്പോൾ നല്ല സ്റ്റാക്ക് കണക്കിനായിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഭയങ്കര അകലാകില്ല കേട്ടോ, എല്ലായിടത്തും അകലാകിലാണ്. അതുമാത്രമേ ഞാൻ ഇപ്പോൾ കണ്ട ഒരു പ്രോബ്ലം ഉള്ളൂ. പിന്നെ നമ്മുടെ ക്യാരറ്റ് ഫാർം പൊളിച്ചളയണം കേസ്. അവിടെ ഉണ്ടാക്കിയത് അത് വെറും ഉപകാരമില്ലാത്ത ഒരു ക്യാരറ്റ് ഫാർമാണ്. ഇപ്പോൾ അവിടെ കിടക്കട്ടെ, ഞാനിപ്പോൾ പൊളിക്കാനായിട്ട് നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു വേറെ പണിയുണ്ട്, ആ പണിക്കായിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഓക്കെ, അപ്പോൾ ആ പണി ചെയ്യാനായിട്ട് ഞാൻ വന്നത്. ഓക്കെ, ഇത് പിന്നെ നിന്നാ ഗൈസ്, ഇതിൻ്റെ റെയിൽ വീണ്ടും നിന്ന് സ്റ്റക്കായിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്തിക്കൊടുക്കാം. ഓക്കെ, ഇവിടെ തിരിച്ചു വരട്ടെ ഗൈസ്. നമ്മൾ 400 സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ കഴിഞ്ഞ് വെറും 6 സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കാം. 6 സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യമുള്ളൂ. ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കാം ഗൈസ്. ഓക്കെ, അടിച്ചു പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉപകാരമായല്ലോ ഗൈസ്. അതാണ് ഇത് വർക്കാവുന്നില്ല ഗൈസ്. ഇത് ഞാൻ മണിക്കൂറോളം നിന്നിട്ടും വർക്കാവുന്നില്ല. ഇത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തതൊക്കെ റെഡിയാണ്, പക്ഷേ നമ്മൾ 100 ബ്ലോക്ക് വിടാൻ മറന്നു. ഈ 100 ബ്ലോക്ക് വിട്ടിട്ടാണ് ചെയ്യേണ്ടത്, അത് നമ്മൾ വിട്ടില്ല. അതാണ് നമ്മൾ ചെയ്ത പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് ഞാൻ എന്താണെങ്കിലും സെറ്റ് ആയിക്കോളും ഗൈസ്, ഇനി പേടിക്കണ്ട. പക്ഷേ ഞാനിപ്പോൾ ചെയ്ത പൊട്ടത്തരം എന്താ വെച്ചാൽ ഇതിനകത്ത് ഇപ്പോൾ കയറാൻ പറ്റില്ല. കയറണമെങ്കിൽ ഒരു എന്തെങ്കിലും വഴി വേണം. ഇതേപോലെ ഒരു കുഞ്ഞ് ഇതുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കയറാൻ പറ്റുള്ളൂ. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ വീട് മൊത്തം പൊളിച്ചളയാൻ പോവാണ്. ഈ വീട് ഒരു അലങ്കോലമായിട്ടുണ്ട് അപ്പോൾ ആ വീട് മൊത്തം ഒന്ന് പൊളിച്ചളഞ്ഞൊക്കെ ഓർത്തു ഗൈസ്. അപ്പോൾ ഈ വീട് മൊത്തം പൊളിച്ച് നമ്മുടെ പണികളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക നടത്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഇറങ്ങിയിട്ടാ. എൻ്റെ ഇൻവെൻട്രി മൊത്തം നിറഞ്ഞിരിക്കുകയാണല്ലോ ഡാവേ. ഇവിടെ ഒന്നും ക്ലീനായിട്ടൊന്നുമില്ലേ, ഫുള്ള് സ്റ്റാക്ക് കണക്ക് സംഭവമാണ്. ഓക്കെ, ഇതിനകത്തേക്ക് ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കാം. നമ്മൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ മൈൻകാട്ട് തോപ്പർ 2 വേണ്ടി വന്നുള്ളൂ. നമ്മളപ്പോൾ അതൊക്കെ കൂടുതൽ ഉണ്ടാക്കി വെച്ചു, ഒന്നും നോക്കാതെ കൂടുതൽ ഉണ്ടാക്കി. എത്ര വേണമെന്ന് അറിയാത്തതുകൊണ്ട് ഒന്നും നോക്കാതെ നമ്മൾ പറ്റുന്നത്ര ഉണ്ടാക്കി വെച്ചു. അതാണ് ഇപ്പോൾ ചെയ്ത പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ. കുഴപ്പമൊന്നുമില്ല, പൊട്ടത്തരത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഗൈസ്. അത് വേറെ കാര്യം, അങ്ങോട്ട് പേടിക്കടേ. ഓക്കെ, ഇതാവശ്യം വരും, ഇതോട്ട് ഇരുന്നോട്ടെ. ഇനി ഈ വീട് പൊളിക്കുന്ന ഒരു ചെറിയ ചടങ്ങാണ്. ഈ വീട് പൊളിച്ചിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം കേട്ടോ. അതിനകത്ത് കുറേ പരിപാടി ഉണ്ട്, ഇവിടെ കുറേ പരിപാടി ഉണ്ട്. പരിപാടി ഫുള്ള് അലമ്പാക്കിയിട്ട്. ഈ വീട് നല്ലൊരു വീടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വീടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചങ്ങ് ഒഴിവാക്കിയേക്കാമെന്ന് കരുതിയിട്ടാ. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ട്. ഈ ഫുള്ള് പൊട്ടിക്കൽ ഒറ്റ നിലയായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം പൊട്ടിച്ച് ഇറങ്ങുമ്പോൾ എന്താണെങ്കിലും കുറേ നേരം എടുക്കും, അത് ഉറപ്പാണ്. ഈ സമയം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളിക്കാൻ പറ്റും, കളിക്കാം കേട്ടോ. പിന്നെ എന്നോട് ഒരു ബ്രോ ചോദിച്ചു കളിക്കാൻ പറ്റുമോ എന്ന് വെച്ചിട്ട്, മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് കുറേ ദിവസമായി ഇപ്പോൾ കമൻറ്റ് ഇടുന്നത്. പക്ഷേ എനിക്കൊരു പ്രോബ്ലം എന്താ ബ്രോ എന്ന് വെച്ചാൽ, ഞാൻ ബെഡ്റോക്ക് എഡിഷനാണ് കളിക്കുന്നത്. ബ്രോ ലാപ്പിലല്ലേ കളിക്കുന്നത്, അപ്പം ഞാനാണെങ്കിൽ ബെഡ്റോക്കിലാണ് കളിക്കുന്നത്. മൊബൈലിലാണ് കളിക്കുന്നത്, ബെഡ്റോക്ക് വേർഷനാണ്. ഓക്കെ, അപ്പോൾ പറ്റുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് എന്താണ് നമുക്ക് നോക്കാം. പിന്നെ എൻ്റെ വേഷം 1.21.13.21 ആണ് ഗൈസ്. അതും കൂടെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ എന്താണ്, മിനി വേൾഡ് കംപ്ലീറ്റ് ആവാതെ എനിക്ക് ആരുടെ കൂടെ കളിക്കാനും പറ്റില്ല. മിനി വേൾഡ് കംപ്ലീറ്റ് ആയിട്ടാണ് പുതിയ ഒരു ഇത് തുടങ്ങാൻ, പുതിയൊരു
മൈൻക്രാഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ അപ്ഗ്രേഡ് ഇപ്പോൾ ആകുമ്പം പുത്തം ഇതൊക്കെ വന്നല്ലോ ഗൈസ്. അപ്പോൾ അത് മൊത്തം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ പുതിയ ഒരെണ്ണം വരണം. അപ്പോൾ അതാണ് ഞാൻ അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ലേ? പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇവിടെയൊക്കെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇഷ്ടം മാതിരിണ്ടായിരുന്നല്ലോ. ഇത് സ്റ്റക്ക് ആവുന്നുണ്ടല്ലോ ഇവരൊക്കെ. അപ്പോൾ ഇത് മൊത്തം നീഞ്ഞ് വൃത്തിയാക്കി എടുക്കണം എന്നുള്ളത് വമ്പൻ ചടങ്ങാട്ടെ. സ്റ്റക്ക് ആവുന്ന മണ്ട്. ഇവിടെ ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ ഇവിടെ ഒന്നും വെച്ചില്ലേ? അയ്യോ ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഗൈസ്, എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ പിന്നെ അതൊരു ഒരു പണിയാവുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കുറേ ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തോരം ഒരു കണക്കും കയ്യും കണക്കുമില്ല ഗൈസ്. വേറെ ഇല്ല. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാനുള്ളത് എടുത്തിട്ടുണ്ട്. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. तेरी कैमरा मुंजी चानू करा मुंजी कैमरा മുഞ്ചി. പിക്കാക്സിൻ്റെ ആവശ്യം വരില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീട് മൊത്തം ഒന്ന് പൊളിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാലാണ് ഇതിന് തമ്പിനെ എടുത്ത് കഴിഞ്ഞാൽ സെറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീട് മൊത്തം ഒന്ന് പൊളിച്ച് ഇട്ട് വരാം. ഫാസ്റ്റ് പരിപാടി ചെയ്തിട്ട്. ഓക്കെ, അങ്ങനെ അതും കഴിയാറായി ഗൈസ്. ലാസ്റ്റ് ഫൈനൽ നമ്മൾ കെട്ടിയ തറയാണ് ഞാനിപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചാർജിന് വെച്ചായിരുന്നു, അതൊന്ന് ഓഫാക്കിയേക്കാം. ഓക്കെ, ഇതെന്താ വീഡിയോ ഇട്ടിക്കും മാത്രം മഴ പെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ഫൈനലത്തെ പരിപാടിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടത്തെ പരിപാടി മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു കഴിവാണ് എനിക്ക്. എൻ്റെ അമ്മ, ഇവിടെയൊക്കെ സോംബീൻ്റെ കുട്ടി ഇതെന്തെന്നടാ കെട്ട് കണക്കിന് അടുപ്പിച്ച് സ്പോൺ. ഇതെനിക്കിട്ടുള്ള പണിയാണ് ഗൈസ് സ്പോൺ അയക്കുന്നത്. ഞാൻ വേഗം വെക്കുക ഓടുക കേട്ടോ. കീപ്പറൊക്കെ വന്നിപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. ഞാനിപ്പോൾ കഷ്ടപ്പെട്ടതെല്ലാം ആമ്പൽ ആമ്പൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് സൂചിപ്പിക്കാൻ അറിയുള്ളൂ ഗൈസ്. ഓ, നല്ല വണ്ണായി. നമുക്ക് അപ്പുറത്തെ ഐലൻഡിൽ പോവാം. അപ്പുറത്തെ ഐലൻഡ് പൊട്ടിത്തെറിക്കോ എന്നാ മണ്ണ കേട്ട നടന്നാലും നമുക്ക് വിഷയമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പുറത്തായി. ചത്തില്ലാന്നേ ഉള്ളൂ. കിഴപ്പനൊക്കെ എന്ത് എന്തോ. അതാണ്ട കഴിവേറി. കഴിവേറി ഗൈസ്. എൻ്റെ വീട്ടിൽ നടന്നാട്ടോ ഞാൻ കരുതിയേ. പൊട്ടിത്തെറിപ്പിച്ച് കൊല്ലാൻ നോക്കുന്നോടാ പട്ടികളെ. ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നോടാ. പൊട്ടിക്കോ അണ്ണാ. എടാ എല്ലാം കൂടെ എന്താ പറയുക, എൻ്റെ പുറകെ തന്നെ വരുന്നേ. ഞാൻ എന്താ കൊല്ലാൻ നടക്കുന്നു. എടാ ഇവിടെ എൻ്റെ അന്ത്യം കുറിച്ചിട്ട് ഇവർ വന്നേക്കുന്നതെന്ന് തോന്നുന്നു. എല്ലാം കൂടെ ആദ്യം ഒരുത്തനെ തീർക്കണം അല്ലേ? ഏവനെ തീർക്കിപ്പോ. ഓക്കെ, അവർ രണ്ടിലുള്ള കളി നടക്കട്ടെ. ഇനി ഇവനെ കിട്ടി 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 കിട്ടിയാ കിട്ടി 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 സാധനം കിട്ടി. എന്താ മോനെ മുടയാണ് അടങ്ങി നിൽക്കട. എടാ ഇത് തിരിച്ചു വരുന്ന കയ്യിൽ. പിന്നല്ല, ഞാനൊരു ജീനിയസ് അഞ്ഞ്. വെറും സാധനമാണല്ലോ സാധനം. പറഞ്ഞാൽ ഈ സാധനം പോണ്ടല്ലേ? എൻ്റെ പൊന്നടാവേ, ഇവിടെ മൊത്തം എറണം കെട്ടങ്ങളാ. എന്നെ കൊലവലിച്ചിട്ടേ പൂളൊന്നാവുന്നില്ല. ഓക്കെ, ഇവിടെ നമ്മുടെ കുറേ ചെസ്റ്റുകളുണ്ട്. ഇവിടെ നമ്മുടെ അല്ലറ പിള്ളേറെ സാധനങ്ങളൊക്കെ കുറേ സ്റ്റാക്ക് കണക്കിന് ഇരിപ്പുണ്ട്. അല്ല, ഇവിടെ കുറേ സ്റ്റാക്ക് കണക്കിന് കോളുണ്ടല്ലോ. എന്നിട്ടാണ് ഞാൻ കോള് മൈൻ ചെയ്യാൻ പോയത്. ഓരോ പൊട്ടത്തരം ഗെയ്സ്. ഇത് പണ്ട് മേടിച്ച് വെച്ചാട്ടോ. എന്തിനാന്ന് നമുക്കറിയാം. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം കേട്ടോ അതൊക്കെ എന്തിനാ. മ്യൂസിക് ഡിസ്ക് മ്യൂസിക് വെക്കാനുള്ള സാധനം ഇതുവരെ ഉണ്ടാക്കിയില്ല. എന്നാത്തിനല്ലേ? സോ ഗൈസ്, അതാണ്ട ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആവശ്യം വരുമ്പോൾ ഒന്നും സാധനം കാണില്ല. അതാണ്ട ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതിനകത്തിരിക്കുന്നു. ഞാൻ പല സ്ഥലത്തും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിരാന്ത് ഇതാ ഒരെണ്ണം ഇവിടെ ഇരിക്കുന്നു. എന്താ ചെയ്യാനാ പറയുക ഗൈസ്. മഴ ആസ്വദിച്ച് ഞാൻ ഇവിടെ നിൽക്കുവാണ്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യണം. അപ്പോൾ ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ ഗയാ.